പ്രൈസ് ദി ലോർഡ്. ദൈവവചനം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ പലപ്പോഴും അതിനെ അപ്രീസിയേറ്റ് ചെയ്യും. ഗുഡ് മെസ്സേജ്, എക്സലന്റ്, വെരി ഗുഡ് പാസ്റ്റർ എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ അതിന് മറുപടി അയക്കും. ചില കൺവെൻഷനൊക്കെ നമ്മൾ പങ്കെടുക്കുമ്പോൾ ദൈവദാസന്മാരിൽ നിന്ന് ദൈവവചനം കേൾക്കുമ്പോൾ നമ്മൾ പറയും, അനുഗ്രഹിക്കപ്പെട്ട ആ വചനം, വളരെ ഹൃദയങ്ങളെ തൊടുന്നതായ സന്ദേശങ്ങൾ. ഇങ്ങനെ ആരാധനയെയും സന്ദേശങ്ങളെയും എല്ലാം നമ്മൾ പാടി പുകഴ്ത്താറുണ്ട്. എന്നാൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ, ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ നൽകപ്പെടുന്നതായ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, വിലയേറിയ വാഗ്ദത്തങ്ങൾ, ഒരിക്കൽ പോലും നമ്മെ തൊടാതെ കേൾവി മാത്രം സമ്മാനിച്ച്, കാഴ്ച മാത്രം സമ്മാനിച്ച്, നമ്മുടെ ചെറിക്കും കപ്പനും ഇടയിൽ വെച്ച് സ്ലിപ്പായി പോകുന്ന ഒരനുഭവം. സ്ലിപ്പിംഗ് ബിറ്റ്വീൻ ലിപ്സ് ആൻഡ് കപ്പ് എന്നൊരു ഇംഗ്ലീഷിലൊരു പഴഞ്ചൊല്ലുണ്ട്. കുടിക്കുവാൻ വേണ്ടി നമ്മൾ വായിലോട്ട് കൊണ്ടുവന്നു എങ്കിലും കുടിക്കാൻ കഴിഞ്ഞില്ല. അത് ശരീരത്തിൽ പ്രവേശിക്കാതെ അന്യമായിപ്പോയി, നഷ്ടമായിപ്പോയി, നമ്മളിൽ നിന്നും അപഹരിക്കപ്പെട്ടു. നമ്മൾ ധാരാളം വചനം കേൾക്കുന്നു. നമുക്കറിയാം, ക്രിസ്തീയ ജീവിതവും വിശ്വാസ ജീവിതവും ഒക്കെ ഇസ്രായേൽ ജനം മരുഭൂമിയിൽ 40 വർഷം മരുഭൂമി യാത്ര ചെയ്ത സംഭവത്തെ തത്തുല്യപ്പെടുത്തിക്കൊണ്ട് നാം പഠിക്കാറുണ്ട്. അതങ്ങനെ തന്നെയാണ്. നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ സകല ചര്യകളും അതിൻ്റെ ചലനങ്ങളൊക്കെയും ആ മരുഭൂമി യാത്രയുടെ അനുഭവങ്ങളോട് തത്തുല്യപ്പെടുത്തി, അനുരൂപപ്പെടുത്തി നാം പലപ്പോഴും പഠിക്കുകയും ഗ്രഹിക്കുകയും കേൾക്കുകയും അതിനെ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും അതിനെ പിന്തുടരുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും ഈ 40 വർഷം ഇസ്രായേൽ ജനത്തിന് കൊടുത്തതായ അനുഗ്രഹങ്ങളൊന്നും നമ്മെ തേടി നമ്മുടെ ഭവനത്തിൽ വരാറില്ല. അത് കേൾവിയായി മാത്രം അവശേഷിക്കുന്നു. എന്തുകൊണ്ട്? ധാരാളം പ്രവചനങ്ങൾ, ധാരാളം വാഗ്ദത്തങ്ങൾ, ധാരാളം ഉപദേശങ്ങൾ, ഹൃദയത്തെ സ്പർശിക്കുന്നതാ, ജീവിതത്തെ സ്പർശിക്കുന്ന, മനസാക്ഷിയെ തകർക്കുന്നതായ സന്ദേശങ്ങൾ പലപ്പോഴും നാം കേൾക്കുകയും അത് കാണുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ ഭവനത്തിൽ അത് പ്രാവർത്തികമായി വരുന്നില്ല. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി തിരുവചനത്തിൽ നിന്ന് ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. നെഹമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ദൈവമേ, നീ അവരുടെ വിശപ്പിന് സ്വർഗത്തിൽ നിന്ന്, ആകാശത്തു നിന്ന് അപ്പം കൊടുത്തു. അവരുടെ ദാഹത്തിന് നീ അവർക്ക് പാറയിൽ നിന്നും വെള്ളം പുറപ്പെടുവിച്ചു. നീ അവർക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശത്തെ കൈവശമാക്കുവാൻ ചെല്ലേണ്ടതിന് അവരോട് കൽപ്പിച്ചു. വളരെ ശ്രദ്ധിച്ച ആ വചനം ഒന്ന് ശ്രദ്ധിക്കുക. നെഹമ്യാവ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ വളരെ പ്രാധാന്യമേറിയതായ ഒരു ഭാഗമാണ്. നീ അവർക്ക് ഭക്ഷിക്കുവാൻ അവർക്ക് വിശന്നപ്പോൾ ആകാശത്ത് നിന്ന് നീ അവർക്ക് അപ്പം കൊടുത്തു. നീ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ച് അവർക്ക് കുടിപ്പാൻ കൊടുത്തു. എന്താണ് ഇതിൻ്റെ അർത്ഥം? അപ്പം സ്വർഗത്തിൽ നിന്ന് കൊടുത്തു, വെള്ളം ഭൂമിയിൽ നിന്ന് കൊടുത്തു. യെസ്. എന്തുകൊണ്ട് ദൈവം വെള്ളം കൂടെ ചേർത്ത് സ്വർഗത്തിൽ നിന്ന് കൊടുത്തില്ല? അവരോട് പറഞ്ഞു, ഭൂമിയിൽ പാറയുണ്ട്, മരുഭൂമിയിൽ കാണുന്ന പാറ നിന്റെ വടി കൊണ്ട് അടിച്ച് പിളർന്ന് അതിൽ നിന്ന് വെള്ളം വളരെ ശക്തിയോടുകൂടെ പുറപ്പെടും. അത് നീ കുടിക്കണം. ദൈവം സ്വർഗത്തിൽ നിന്ന് അപ്പം മാത്രമേ കൊടുത്തുള്ളൂ. നിനക്ക് കുടിക്കുവാൻ നിന്റെ ഹൃദയത്തെ തകർത്ത് ഒഴുകുന്ന വെള്ളം കുടിക്കണം. വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: നിന്റെ ഹൃദയം വെള്ളം പോലെ ഒഴുക്കുക. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ഒരു തടസ്സവുമില്ലാതെ നീ ഏർപ്പെടുത്തിയിരിക്കുന്ന ഏത് തടസ്സങ്ങളെയും ഭേദിച്ചുകൊണ്ട് അത് വെള്ളം പോലെ ശക്തിയായി പുറപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ഹൃദയത്തെ തകർക്കുക. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. അപ്പം സ്വർഗത്തിൽ നിന്ന്, വെള്ളം ഭൂമിയിൽ നിന്ന്. എങ്ങനെയാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുന്നത്? അപ്പം എന്ന് പറയുന്നത്
ദൈവത്തിൻ്റെ വചനം, ദൈവം തരുന്ന വാഗ്ദത്തം, ജീവിക്കുവാൻ വേണ്ടി ദൈവം തരുന്നതായ ശക്തി. എന്നാൽ ഈ ശക്തി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകണമെങ്കിൽ, നമ്മുടെ ഭവനത്തിൽ പ്രാവർത്തികമാകണമെങ്കിൽ, നമ്മുടെ തലമുറയിൽ പ്രാവർത്തികമാകണമെങ്കിൽ, ദൈവം ചെയ്തതായ വാഗ്ദത്തങ്ങളുടെ ദേശത്തിൻ്റെ അവകാശികളായി നാം മാറണമെങ്കിൽ, നമ്മളുടെ ഹൃദയത്തിലുള്ളതായ പാറകളെ ഭേദിക്കുമാർ അതിൽ നിന്ന് ജലം പുറപ്പെടണം. കുടിക്കാൻ വെള്ളമുണ്ടെങ്കിലേ അപ്പം കഴിക്കാൻ പറ്റുള്ളൂ. എന്നാൽ ദൈവം നമ്മോട് കരുണ കാണിച്ച് ആകാശത്ത് നിന്ന് പൊഴിക്കുന്നതായ അപ്പത്തിന് ചില ക്രമീകരണങ്ങൾ ദൈവം ചെയ്തു. അത് സൂര്യൻ ഉദിക്കുമ്പോൾ ഉരുകിപ്പോകും. എന്നാൽ ഉരുകുന്നതിന് മുമ്പ് ദൈവം അതിനുവേണ്ടി നിന്റെ താമസത്തെ ദൈവം മനസ്സിലാക്കി, നിന്റെ മടിയെ ദൈവം മനസ്സിലാക്കി, നിന്റെ അറിവില്ലായ്മയെ ദൈവം മനസ്സിലാക്കിക്കൊണ്ട് ഒരു താൽക്കാലികമായ റെഫ്രിജറേഷൻ സംഭവം ദൈവം ആദ്യമായി ഭൂമിയിൽ ഇസ്രായേൽ മക്കളെ ചെയ്ത് കാണിച്ചു. ആദ്യം മഞ്ഞ് പെയ്ച്ചു. ദൈവം മഞ്ഞ് പെയ്ച്ചതിന് ശേഷം അതിൻ്റെ മേളിലോട്ട് മന്ന പൊഴിച്ചു. ഇസ്രായേൽ ജനത്തിന് അത് മനസ്സിലായില്ല. അത് മന്നായാണെന്ന് പോലും അവർ പിന്നീടാണ് അറിഞ്ഞത്. അവർക്ക് കൊടുക്കുന്ന അപ്പമാണെന്ന് അവർ ഗ്രഹിച്ചില്ല. ആദ്യം അവരുടെ കാഴ്ചയിൽ കൊത്തമ്പാലരി പോലെ, ഐസ് കഷ്ണം പോലെ ഐസിനകത്ത് ഇങ്ങനെ കിടക്കുന്ന എന്താണ് ഈ ഐസ്? ദൈവം റെഫ്രിജറേറ്റർ അത് കേടായി പോകാതിരിക്കുവാൻ നീ ഉണരുന്നവരെയും നീ പെറുക്കുന്നവരെയും ദൈവത്തിൻ്റെ ദയയും കൃപയും നിന്നെ കാത്തിരിക്കുകയാണ്. നീ എപ്പോൾ വന്ന് പെറുക്കും? ധാരാളം വചനങ്ങൾ നിന്റെ മുൻപിൽ വിതയ്ക്കപ്പെട്ടു. ധാരാളം പ്രാവശ്യം ദൈവത്തിൻ്റെ വചനം നീ കേൾക്കുന്നു. എത്രയോ കൂട്ടായ്മയ്ക്ക്, എത്രയോ ദൈവമക്കളിൽ നിന്ന്, വിശുദ്ധന്മാരിൽ നിന്ന്, ഭക്തന്മാരിൽ നിന്ന്, പ്രവാചകന്മാരിൽ നിന്ന്, തിരുവചനത്തിൽ നിന്ന് ഘോഷിക്കപ്പെടുന്ന അനേക പൗരോഹിത്യ ശുശ്രൂഷകരിൽ നിന്ന്, ദേവാലയങ്ങളിൽ നിന്ന് നിനക്ക് വചനങ്ങൾ ലഭിക്കുന്നു, വാഗ്ദത്തങ്ങൾ ലഭിക്കുന്നു. ദൈവം നിന്നോട് സംസാരിക്കുന്നു. ദൈവം നിന്നെ ദർശനങ്ങൾ കാണിക്കുന്നു. ദൈവം നീ നടക്കേണ്ടുന്ന വഴികളെ കുറിച്ച് നല്ല നല്ല പാതകൾ നിനക്ക് കാണിച്ചു തരുന്നുണ്ട്. പക്ഷികളെ നടക്കുവാനും അതിനെ അവകാശമാക്കുവാനും തക്കവണ്ണം നിന്റെ ജീവിതത്തിൽ മടിയായ സ്വഭാവം, രാവിലെ എഴുന്നേൽക്കുന്നില്ല. നീ എഴുന്നേറ്റും വരുകയും ദൈവത്തിൻ്റെ കൃപ നിന്നെ തേടിയിരിക്കുകയാണ്. സൂര്യൻ നല്ലതുപോലെ ഉദിച്ചു കഴിയുമ്പോൾ അത് ഉരുകും. എന്നാൽ നിന്റെ വരവിനെ കാത്ത് ദൈവം താൽക്കാലികമായ ചില തണുപ്പ് കൊടുത്ത് ആ അപ്പത്തെ സൂക്ഷിക്കുകയാണ്. നീ വീണ്ടും വീണ്ടും താമസിച്ചു പോയാൽ അത് വെയിലത്ത് ഉരുകിപ്പോകുന്നതിനിടയായിത്തീരും. എന്നാൽ നീ അത് പെറുക്കിയാലും നിനക്കത് ഭക്ഷിക്കണമെങ്കിൽ വെള്ളം വേണം. വെള്ളം എവിടെ നിന്ന് കിട്ടും? വെള്ളം ആകാശത്തുനിന്ന് വരുന്നില്ല. ദൈവം പറയുകയാണ്, നീ ഭൂമിയിൽ നിന്റെ കൺമുമ്പിൽ ഇരിക്കുന്ന പാറയെ നീ അടിച്ച് അതിനെ പൊട്ടിക്കുക. അപ്പോൾ അവിടെ നിന്ന് വെള്ളം പുറപ്പെടും. നിന്റെ ഹൃദയം തകരുമ്പോൾ, നിന്റെ ഹൃദയം നുറുങ്ങുമ്പോൾ അവിടെ ഇതാ വെള്ളം പുറപ്പെടുന്നു. വെള്ളം പോലെ നിന്റെ ഹൃദയത്തെ ഒഴുക്കുക. നമ്മുടെ കണ്ണുനീർ ദൈവം കാണുമ്പോൾ സ്വർഗത്തിൽ ചലനമുണ്ടാകും. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു ചലനമുണ്ടാകും. കണ്ണുനീർ ഒഴുക്കുന്നവർക്ക് മാത്രമേ അവരുടെ ഹൃദയത്തിലും അവരുടെ ജീവിതത്തിലും അവരുടെ ഭവനത്തിലും അനുഗ്രഹമായി വരുന്നതായ മന്നായുടെ യഥാർത്ഥമായ ഉപയോഗം അവിടെ മാത്രമേ നടക്കുകയുള്ളൂ. ഇസ്രായേൽ ജനത്തിന് ആദ്യമൊന്നും ഇതിനെക്കുറിച്ച് വലിയ വിവരമില്ലായിരുന്നു. അപ്പം പെറുക്കി അവർ ഭക്ഷിക്കാൻ നോക്കി. എന്നാൽ വെള്ളമില്ലാതെ അവരുടെ തൊണ്ടയിടറി. അവർ പെട്ടെന്ന് നിലവിളിച്ചു, ഞങ്ങൾക്ക് വെള്ളം വേണം, ഞങ്ങൾ ദാഹിക്കുന്നു, ഈ അപ്പം ഞങ്ങൾ എങ്ങനെ ഭക്ഷിക്കും? മോശ ദൈവത്തോട് പറഞ്ഞു. മോശയും വിചാരിച്ചത് എന്തൊരു ദൈവമാണ്, ഈ ദൈവം അപ്പം കൊടുത്തു, ആകാശത്ത് നിന്ന് അപ്പം കൊടുത്തല്ലോ, അതോടൊപ്പം ഓരോ ഗ്ലാസ് വെള്ളം കൂടെ കൊടുത്തിരുന്നെങ്കിൽ, ഇല്ലെങ്കിൽ ഓരോ തുരുത്തി വെള്ളം കൂടെ കൊടുത്തിരുന്നെങ്കിൽ അത് ദൈവത്തെ കൊണ്ട് സാധിക്കില്ലേ? മരുഭൂമിയിൽ ഒരു മഴ പെയ്ച്ചാൽ പോരെ, ഇഷ്ടംപോലെ വെള്ളം കിട്ടുമല്ലോ. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. എങ്കിലും ദൈവം അത് ചെയ്തില്ല. മരുഭൂമിയിൽ ദൈവം മഴ പെയ്ക്കാൻ പോയില്ല. ദൈവം മനുഷ്യനോട് പറഞ്ഞു, ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, നിനക്ക് കുടിക്കുവാൻ വേണ്ട വെള്ളം നിന്റെ മുൻപിലുണ്ട്, നീ കാണുന്ന പാറയെ തകർക്കണം. നമ്മുടെ ഹൃദയം പാറ പോലെ ഉറച്ച് കഠിനപ്പെട്ടിരിക്കുന്ന ഹൃദയങ്ങൾ ദൈവസന്നിധിയിൽ തകർക്കുമ്പോൾ, നുറുക്കപ്പെടുമ്പോൾ അവിടെ നിന്ന് ധാരധാരയായി കണ്ണുനീർ ഒഴുകുന്നതിനിടയായിത്തീരും. വഴിയോരങ്ങളിലൊക്കെ വിശന്ന് കിടക്കുന്നതിൻ്റെ കുഞ്ഞുങ്ങളെ, വഴിത്തലയ്ക്കൽ വിശക്കുന്ന നിലവിളിക്കുന്നതിൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഓരോലെ കണ്ണുനീരൊഴുക്കുവീൻ. നിന്റെ ഒരു കണ്ണിന് ഉറക്കം കൊടുക്കരുത്. എഴുന്നേറ്റ് വ്യാപാരംഭത്തിങ്കൽ നീ എഴുന്നേറ്റ് നിലവിളിക്കാം. കാരണം നിന്റെ കുഞ്ഞുങ്ങൾ വിശന്ന് കിടക്കുന്നു. അവർക്ക് കൊടുക്കുന്ന അപ്പം അവർക്ക് ഭക്ഷിക്കുവാൻ സാധിക്കുന്നില്ല.
അതിനോടൊപ്പം അവർക്ക് വെള്ളം ആവശ്യമാണ്. എങ്ങനെ അവർക്ക് വെള്ളം കൊടുക്കും? നിന്റെ ഹൃദയം നുറുങ്ങുന്നതിനാൽ, ഹൃദയം തകർന്നുകൊണ്ട് നിന്റെ ഭാരങ്ങളെയും നിന്റെ ആവശ്യങ്ങളെയും നിന്റെ പ്രശ്നങ്ങളെയും കൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു ചെല്ലുന്നവർക്ക് ആ ഹന്നാ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു നുറുങ്ങിയ ഹൃദയത്തോടുകൂടെ അവളുടെ ഹൃദയം പകർന്നത് എങ്ങനെയോ അങ്ങനെ പകരപ്പെടുന്ന ഹൃദയങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അവൻ കൊടുക്കുന്ന വാഗ്ദത്തങ്ങൾ അവരുടെ ഭവനത്തിലും ജീവിതത്തിലും ഇറങ്ങി വരും. അങ്ങനെ ജീവിതത്തിൽ വാഗ്ദത്തങ്ങൾ ഇറങ്ങി വന്ന അനേകായിരം സാക്ഷ്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്നു, സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റുമുള്ളത് കൊണ്ട് ഒരു സാക്ഷ്യമില്ലാതെ വെറും പഴങ്കഥയോ അല്ലെങ്കിൽ കെട്ടുകഥയോ അല്ല ഞങ്ങൾ സുവിശേഷിക്കുന്നത്. സാക്ഷികളുടെ വലിയ സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. ദാഹമടക്കിയ ജീവിതങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പത്തോടൊപ്പം അവർ തന്നെ വെള്ളം അവർ കണ്ടെത്തി പാറകളെ പിളർന്ന് പാറയെ അടിച്ച് ആ വെള്ളം പുറപ്പെടുത്ത് അതിൽ നിന്ന് കുടിച്ച് അതിൽ ശക്തരായ ജീവിതങ്ങളുടെ ഒരു തലമുറയാണ് നമ്മൾ. ദൈവത്തിന് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനം നമ്മെ വീണ്ടും ആ വചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. നെഹമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. നെഹമ്യാവ് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പറയുകയാണ്, കർത്താവേ, അവരുടെ വിശപ്പിന് നീ ആകാശത്തു നിന്ന് അപ്പം കൊടുത്തു, മന്ന കൊടുത്തു, പക്ഷെങ്കിൽ അവർക്ക് കുടിപ്പാൻ ഭൂമിയിൽ നിന്ന് പാറ പിളർന്ന് വെള്ളം വരുമാറാക്കി. ആരാണ് വെള്ളം വരുമാറാക്കിയത്? മനുഷ്യനോ ദൈവമോ? ഇല്ല, മനുഷ്യനാണ്. ദൈവം മോശയോട് പറഞ്ഞു, നിന്റെ മുൻപിൽ കാണുന്ന പാറയെ അടിക്കുക. അത് ദൈവമല്ല വരുത്തിയത്, മോശ പാറയെ അടിച്ചപ്പോൾ ഉറവകൾ ചാടി വെള്ളം കൊണ്ട് പുറപ്പെട്ടു. അപ്പം വാഗ്ദത്തം, വചനം, ദൈവം നിന്നോട് കാണിക്കുന്നതായ മഹാദയം, നിനക്ക് തരുന്നതായ ശക്തീകരിക്കുവാൻ മരുഭൂമി യാത്രയിൽ നീ നിന്റെ ലക്ഷ്യത്തിലെത്തുവോളം, ദൈവം നിന്നോട് ചെയ്ത വാഗ്ദത്ത ദേശത്തെ കൈവശമാക്കുവോളം നിന്നെ ബലപ്പെടുത്തുവാൻ ദൈവം തരുന്ന കൃപ, ആ കൃപ നിന്റെ ജീവിതത്തിൽ കടന്നു വരുവാൻ തക്കവണ്ണം ഉറച്ചിരിക്കുന്ന പാറകളെ പിളർക്കുവാൻ, തകർക്കുവാൻ, ഹൃദയം നുറുങ്ങിയവർക്ക്, മനസ്സ് തകർന്നവരെ യഹോവ രക്ഷിക്കുന്നു, അവരെ തൃപ്തിപ്പെടുത്തുന്നു. അവരുടെ ഭവനങ്ങൾ തൃപ്തിയടയും. അവരുടെ ഭവനങ്ങൾ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ പ്രാപിച്ചുകൊണ്ട് ജയാളികളായി ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കും. വീരന്മാരായി ദൈവത്തിന്റെ സാക്ഷികളായി ഈ ഭൂമിയിൽ അനേകരുടെ മുൻപിൽ ദൈവത്തിന്റെ സാക്ഷ്യമായി ദൈവം പുറപ്പെടുവിച്ച അപ്പത്തെയും അല്ലെങ്കിൽ ദൈവം പൊഴിച്ചു കൊടുത്തതായ മഞ്ഞയെയും ദൈവം പുറപ്പെടുവിക്കാൻ പറഞ്ഞ പാറയിൽ നിന്ന് പുറപ്പെട്ട വെള്ളത്തെയും കുടിച്ച് ആരോഗ്യവാന്മാരായി ജീവിക്കുന്നത് ദൈവം കാണുമ്പോൾ സ്വർഗം അവരുടെ മേൽ പ്രസാദമണയുന്നു. നിന്റെ ജീവിതത്തിൽ നിന്റെ ഭവനത്തിലും ദൈവം തരുന്ന നല്ല ദാനങ്ങളെ അനുഭവിപ്പാനുള്ളതായ വലിയ സൗഭാഗ്യം, കൃപയും വെളിപ്പാടും ജ്ഞാനവും ദൈവമേ പകൽക്കാലം നിനക്ക് തരുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.